വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. നമുക്കൊന്ന് വായിച്ച് അത്. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ അപകടത്തിലായി. അവർ അടുത്ത് വന്ന്, ഗുരോ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഈ അധ്യായത്തിൻ്റെ ഈ 22 മുതൽ ലൂക്ക 8-ൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ വാസ്തവത്തിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കോവിഡിൻ്റെ ആരംഭകാലത്ത് വത്തിക്കാനിലെ ചത്വസരത്തിൽ വന്നു നിന്ന് ലോകം മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ കുരിശിനോടും ചേർന്ന് നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഈ കൊടുങ്കാറ്റിനെക്കുറിച്ചും വള്ളത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. വീണ്ടും ഈ കൊടുങ്കാറ്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം, യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. ശിഷ്യന്മാർ പറയുന്നതല്ല, യേശു പറയുകയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ അവർ യേശുവിനോടൊപ്പം അക്കരയ്ക്ക് പോകാൻ തയ്യാറായി. അതാണ് ഒന്നാമത്തെ കാര്യം. അവർ അക്കരയ്ക്ക് പോകാൻ പോകുമ്പോൾ അവർ മുക്കുവരാണെന്ന് നമുക്കറിയാം, അവർ നന്നായി വള്ളം തുഴയുന്നവരാണെന്നറിയാം, അവരുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കൊടുങ്കാറ്റുണ്ടാകുകയാണ്. അപ്പോൾ നമ്മൾ ഇവർ സഞ്ചരിക്കുന്ന ആ തടാകം, അല്ലെങ്കിൽ ഗലീലിയ കടലെന്നോ കായലെന്നോ ഒക്കെ വിളിക്കാവുന്ന ആ ഇസ്രായേലിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ തടാകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ പോയിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഗലീലി തടാകം അല്ലെങ്കിൽ കായൽ, കടൽ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം, അത് ചുറ്റിനും വലിയ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു പാത്രം പോലെ, ഒരു കുഴിഞ്ഞ പാത്രം പോലെയാണ് അതിരിക്കുക. അതുകൊണ്ടാണ് ഒരു പാത്രത്തിൻ്റെ ഷേപ്പായിട്ടാണ് ആ ഗലീലിയ കടൽ ഉള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? ഒരു കാറ്റ് വന്നാൽ ആ കാറ്റ് ഈ തടാകത്തിലേക്ക് അടിച്ചാൽ അതിന് പുറത്തേക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നത് ചുറ്റും അതൊരു വലിയ ചുഴി പോലെയാകും. അത് വലിയ നാശമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു തടാകത്തിലൂടെ അവരോട് സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ യേശുവാണ്. അപ്പോൾ യേശു പറഞ്ഞതനുസരിച്ചാണ് അവർ വള്ളത്തിൽ അക്കരയ്ക്ക് പോകാൻ ഇറങ്ങുക. പെട്ടെന്ന് വലിയ കാറ്റ് വന്നു. അസാധാരണമായൊരു സാഹചര്യത്തിൽ വലിയൊരു കാറ്റ് വന്നു. അവിടെ അവരിരുന്ന വള്ളം ഒരു പക്ഷേ തിരമാലകൾ കൊണ്ട് എന്ന് പറയുന്നേക്കാൾ ഉപരി ചുഴലി പോലെ ഇത് ചുറ്റും വട്ടം കറങ്ങുകയാണ്. അതിന് മുകളിലേക്ക് പൊങ്ങി, അത് ആഞ്ഞു മുകളിലേക്ക് പൊങ്ങുന്നു, താഴേക്ക് വീഴുന്നു. അത് അവർക്കറിയാം ഈ സാഹചര്യം വളരെ ഡേഞ്ചറസ് ആണ്, അവർ നശിച്ചു പോകാനുള്ള സമയമായി. അപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ആ വഞ്ചിയുടെ അമരത്ത് യേശു തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. എന്താണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കുന്നത്? യേശു ശാന്തമായി ഉറങ്ങാൻ പറ്റിയൊരു സാഹചര്യമല്ലല്ലോ പ്രിയപ്പെട്ടവരോടെ.
വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ അവരിരുന്ന വഞ്ചി ആടി ഉലയുന്നു, അത് മുകളിലേക്ക് പോകുന്നു, പന്ത് പോലെ മുകളിലേക്ക് തട്ടുന്നു, താഴത്തേക്ക് വീഴുന്നു. അതുപോലെ തന്നെ കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നു, വെള്ളം മുഖത്തേക്ക് അടിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ അലമുറയിട്ടുള്ള ഒച്ച ബഹളം ഇതൊക്കെ കിടക്കുമ്പോൾ എങ്ങനെയാണ് യേശുവിന് ഉറങ്ങാൻ കഴിയുക? പക്ഷേ വചനം പറയാണ്, അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്നിട്ട് അവർ ഓടിച്ചെന്ന് യേശുവിൻ്റെ അടുത്തേക്ക് പറയുന്നുണ്ട്. അവർ അടുത്ത് വന്ന്, ഗുരോ ഗുരോ, ഞങ്ങൾ നശിക്കുന്നു എന്ന് നമ്മൾ എന്നല്ല പറയണേ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു, അവ നിലച്ചു. എന്നിട്ട് ഈശോ അവരോട് നോക്കിയിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വാക്ക് വളരെ മനോഹരമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. അതായത് 3 വർഷക്കാലം യേശുവിൻ്റെ കൂടെ ഉണ്ടും ഉറങ്ങിയും മരിച്ചവരെ ഉയർപ്പിച്ചും അതുപോലെ 5,000 പേർക്ക് കൊടുക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയും കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കുകയും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു യേശുവിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അവർ പോകുന്ന ആ യേശു കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കിയിട്ട് ഈശോ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ ആരാണ്? നോക്കുക, കൂടെ നടന്നിട്ടും ഉണ്ടുറങ്ങിയിരുന്നിട്ടും അവൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അവനെന്നും പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണെന്നും അവന് എല്ലാറ്റിനെയും ശാന്തമാക്കാൻ കഴിയുമെന്നും എല്ലാറ്റിലും അധികാരമുണ്ടെന്നും ജീവൻ്റെ മേലും അധികാരമുണ്ടെന്ന് പോലും കണ്ടിട്ടും അവനെ മനസ്സിലാക്കാത്ത ഒരു പറ്റം മനുഷ്യരാണ് അവന് ചുറ്റുമുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? ഇവൻ കൽപ്പിക്കുകയും ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. സ്നേഹമുള്ള സഹോദരരെ, ജനനം കൊണ്ടും അല്ലെങ്കിൽ മാമോദീസ വഴിയൊക്കെ ക്രിസ്ത്യാനികളായവരാണ് നമ്മൾ. നമുക്കെല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നാം വലിയ അഭിമാനത്തോടെ പറയും, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അല്ലെങ്കിൽ എല്ലാ ക്രിസ്തീയ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, മറ്റ് ഭക്ത അഭ്യാസങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മൾക്കൊരു ചോദ്യമുണ്ട്, ക്രിസ്തു ആരാണ് എന്ന്. അവൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവന് എന്നിലും നിന്നിലുള്ള സ്വാധീനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അവന് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ മേലുള്ള അധികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കാറ്റും കോളും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന എന്തിന്? യേശു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഭയത്തിൻ്റെ നിഴലിലാണ് നമ്മൾ ജീവിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഭയം വന്നാൽ ആദ്യം അവന് നഷ്ടപ്പെടുന്നത് എന്താണ്? അവന് ഭയം വന്നു കഴിയുമ്പോൾ ആദ്യം അവന് നഷ്ടപ്പെടുന്നത് അവൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അവന് പിന്നീടുള്ളത് അവന് നിരാശയിലേക്ക്, പ്രത്യാശയും നഷ്ടപ്പെട്ടു അവൻ നിരാശയിലേക്ക് കൂപ്പുകുത്തുക. ആ കൂടെ ഉണ്ടും ഉറങ്ങിയും അതല്ല അതിനേക്കാൾ ഏറെ ആ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ അവൻ്റെ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി കാറ്റും കടലും. കാരണം എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടാൻ കാരണം? അവർ മുക്കുവരാ, അവരുടെ ബുദ്ധിക്കറിയാം, അവരുടെ ചിന്തയ്ക്കറിയാം, അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കടലിൽ ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലേ ഒടുങ്ങുമെന്ന്. അപ്പോൾ കൂടെ ഇരിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാതെ ചുറ്റും നടക്കുന്ന കാറ്റിനെ സ്വന്തം ബുദ്ധി കൊണ്ട് അവരുടെ അറിവ് കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ ഭയപ്പെട്ടു പോവുകയാണ്. എങ്കിലും അവരൊരു കാര്യം ചെയ്തു, അവരുടെ വഞ്ചിയിൽ ഉറങ്ങിയിരുന്ന യേശുവിനെ ഉണർത്താൻ ശ്രമിച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു അവസാന തുരുമ്പ് വരെ കച്ചിത്തുരുമ്പിൽ ആശ്രയിക്കുന്ന പോലെ ആയിരിക്കും അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നത്. അല്ലാതെ ഒരു വിശ്വാസമുണ്ടായതുകൊണ്ടോ അവൻ കാറ്റിനെ ശമിപ്പിക്കുമെന്ന് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവൻ കടലിനെ ശാന്തമാക്കുമെന്ന് കണ്ടുകൊണ്ടൊന്നും ആയിരിക്കില്ല അവർ ആ സാഹചര്യത്തെ ഓടിച്ചെന്ന് യേശുവിനോട് പറയുന്നു, അല്ലാതെ അവരുടെ ഒരു വിശ്വാസത്തോടുകൂടി പോയതല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനർത്ഥങ്ങളും ഒരുപാട് തിരമാലകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമുക്ക് വേണ്ടി ജീവൻ വരെ ഹോമിച്ചവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന്. അവൻ്റെ ശക്തിക്ക് അതീതമായിട്ട് ഈ ഭൂമിയിൽ ഒരു ശക്തിയുമില്ലെന്ന്.
ഈ ഭൂമിയിൽ ഒരാൾക്ക് പോലും അല്ലെങ്കിൽ ഒന്നിനും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുന്ന യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ജീവനായി ശക്തിയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവൻ എൻ്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നുണ്ടെന്നും അവൻ എന്നിൽ വസിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. നമ്മൾ സ്തോത്രഗീതം വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ്റെ 1-ാം അധ്യായത്തിൽ സ്തോത്രഗീതത്തിൽ പരിശുദ്ധ അമ്മ പറയുക അതാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെയൊക്കെയും സധീരം അമ്മ മുന്നോട്ട് ധൈര്യപൂർവ്വം പോവുക. ധൈര്യപൂർവ്വം അമ്മയ്ക്ക് യാതൊരു ഭയവുമില്ല. കാരണം ശക്തനായവൻ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ചുറ്റിലും നടക്കുന്ന ഏതനർത്ഥങ്ങളായിക്കൊള്ളട്ടെ അതിനെല്ലാം അവൻ്റെ കയ്യിലൊരു ഉത്തരമുണ്ട്. അവൻ അതിന് പരിഹാരം കണ്ടിട്ടാണ് എന്നെ ഇതിലൂടെ നടത്തുന്നതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു, അത് ലോകം നൽകുന്നത് പോലെ അല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും സമാധാനം അന്വേഷിക്കുന്നത് ലോകത്തിൽ നിന്നാണ്. സമ്പത്ത്, ആരോഗ്യം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അംഗീകാരങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഈ അംഗീകാരങ്ങൾ നമ്മുടെ കൈ വിട്ടു പോകുമ്പോൾ നമുക്കറിയാം, ആരും കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയ വൈറസിൻ്റെ മേലിൽ നിന്ന് ലോകം നിശ്ചലമായിരിക്കുകയാണ്. നമുക്കറിയില്ല, അതിനെ കണ്ടിട്ടില്ല ആരും. ഇല്ലേ, കണ്ണുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വൈറസ് എന്താണെന്ന്? പക്ഷേ അതിനെ ഭയപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മുഖം മൂടിയായിട്ട് മാസ്ക് ധരിക്കുന്നുണ്ട്, ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. ലോകം നമ്മളെ വളരെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ 4-ാം വചനത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിൽ ആരാണുള്ളത് പ്രിയപ്പെട്ടവർ? നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ വള്ളത്തിൽ എൻ്റെ വള്ളത്തിൽ ഈശോ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രകൃതി ദുരന്തങ്ങൾ, മാറാ രോഗങ്ങൾ, യുദ്ധങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകണം, ശക്തനായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇവിടെ നമ്മൾ മറ്റൊരു വചനം നമുക്ക് വായിക്കാൻ പറ്റും. 2 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം ഇതാണ്, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ദൈവം ഒരിക്കലും കള്ളം പറയില്ല പ്രിയപ്പെട്ടവരെ, അത് സാത്താനാണ്. അപ്പം ദൈവത്തോട് നീ ചേർന്നിരിക്കുമ്പോൾ ദൈവം പറയാണ്, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ, ഈ ബൈബിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ 365 പ്രാവശ്യത്തിലേറെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട 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 എന്ന്. അപ്പോൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഈ ദിവസത്തിൻ്റെ ഏതെല്ലാം തകർച്ചകളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, കാറ്റടിച്ചാലും കടൽ കോപിച്ചാലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശാന്തമായി മറുകരയെത്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ നമുക്കറിയാമെങ്കിൽ പോലും നാം അറിയാതെ ഭയപ്പെട്ടു പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ വേദനാജനകമായ ചില കാര്യങ്ങൾ പലപ്പോഴും പല യുവജനങ്ങളിൽ നിന്ന് തന്നെ, യുവത്വത്തിലുള്ളവരും അതുപോലെ ചെറുപ്പക്കാരായ ചിലരൊക്കെ വിളിച്ച് വളരെ പ്രതിസന്ധിയോടുകൂടി ആകുലതയോടുകൂടി സംസാരിക്കാറുണ്ട്. ചിലരെങ്കിലും ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു കാരണം അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കും, ഈശോയിലുള്ള വിശ്വാസമില്ല. ഈശോയോ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഞങ്ങൾക്കതിനെ ഒരു പ്രത്യാശ ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 2 കൊറിന്തോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെയും ശിക്ഷിക്കപ്പെടുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്.
പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമ്മൾ ആരുടേതാണ്? നമ്മൾ ക്രിസ്തുവിൻ്റേതാണ്, ഈ ലോകത്തിൻ്റേതല്ല. ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ കഴിയും. ആ പഠിപ്പിക്കലിനേക്കാളും ആദ്യമായി നമ്മൾ ക്രിസ്തുവിനെ ആത്യന്തികമായിട്ട് പഠിക്കണം. അവൻ ആരാണ് എനിക്ക്? അവൻ എനിക്ക് എൻ്റെ സ്വന്തം ജീവനാണ്. അവന് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവന് വേണ്ടി സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്നെയും നിന്നെയും, അവൻ്റെ സ്വന്തമായിരിക്കുന്ന നമ്മളെ അവൻ എപ്പോഴെങ്കിലും തള്ളിക്കളയുമോ പ്രിയപ്പെട്ടവരെ? അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ നമ്മളെ കൈവിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല. എനിക്ക് നിനക്കും വേണ്ടി നമുക്ക് മുമ്പേ കുരിശെടുത്ത് മുന്നിൽ പോയവനാണ്. അവൻ കുരിശെടുത്തുകൊണ്ട് വഴി കാട്ടിയവനാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ അനുദിന കുരിശെടുത്ത് എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളാണ്, തകർച്ചകളാണ്, ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയണം. കർത്താവേ, ഈ തകർച്ചയുടെയും ഈ പ്രതിസന്ധിയുടെയും നടുവിൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ശക്തനായവൻ എന്നോടൊപ്പമുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ ശിഷ്യന്മാർ, നമുക്കറിയാം, നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പ്രതികൂലങ്ങളിൽ കൂടി മാത്രമാണ് അവർ കടന്നു പോവുക. ആദിമ ക്രൈസ്തവ സമൂഹം വളരെയേറെ തകർച്ചകളിൽ കൂടെ, പ്രത്യേകമായിട്ട് നമുക്കറിയാം നമ്മുടെ സഭ പണിയപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷികളുടെ രക്തത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വളരെയേറെ സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയൊരു സഭ ഇന്നും ആടാതെ ഉലയാതെ നിൽക്കുന്നതിന് കാരണം പ്രിയപ്പെട്ടവരെ, അവിടെ അത് ക്രിസ്തുവിൻ്റെ സഭയായതുകൊണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെയും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുകൂടാ. ഈ പ്രത്യാശ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ പിശാചിന് നമ്മൾ ഇടം കൊടുക്കുകയാണ്. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ, അതാണ് പറഞ്ഞത്, ദൈവം എന്തൊക്കെ വാഗ്ദാനം ചെയ്യും? ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല, നിങ്ങൾ രണ്ടുപേർ ഏകമനസ്സോട് ചോദിക്കുകയും യാചിക്കുകയും ചെയ്ത് എന്തു ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും, ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ഇങ്ങനെ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിനക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല വാഗ്ദാനവും, അതാണ് പൗലോസ് പുസ്തകം പറയുന്നത്, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അവിടുന്ന് വാഗ്ദാനം ഒരിക്കലും പിൻവലിക്കുന്നില്ല. പക്ഷെ നമ്മളാകട്ടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ്, ഈ ലോകത്തിൻ്റെ ചിന്തകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിലാണ് നമ്മൾ ആശ്രയം വയ്ക്കുന്നതുകൊണ്ടാണ് അവൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കറിയാം, പത്രോസ് ശ്ലീഹ പറഞ്ഞില്ലേ, തന്നെ കുരിശിലേറ്റാൻ പോയവരോട് പറഞ്ഞപ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞു, എൻ്റെ നാഥനെ കുരിശിൽ തറച്ചതുപോലെ എന്നെ തറയ്ക്കേണ്ട, എന്നെ തലകീഴായിട്ട്, എനിക്കതിനുള്ള യോഗ്യതയില്ല, എന്നെ തലകീഴായിട്ട് കുരിശിലേക്ക് തറച്ചോളാനാണ് പറയുന്നത്. കാരണം ശക്തനായ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ അവൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രിയപ്പെട്ടവരെ രക്ഷിക്കുക? നമ്മൾ എപ്പോഴും രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ രക്ഷയല്ല, നിത്യരക്ഷയെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പലപ്പോഴും നമ്മൾ നിത്യരക്ഷ എന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ മറന്നു പോവുക. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഈ ലോകത്തിൽ കുറച്ച് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിച്ച് ആരോഗ്യത്തോടെയും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് സൗകര്യപ്രദമായ ഒരു ജീവിതം നയിക്കുക, അതിനു വേണ്ടിയാണ്. അതാണ് പൗലോസ് പുസ്തകം, നിങ്ങൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരേക്കാളും നിർഭാഗ്യരാണെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, അതായത് ആ വഞ്ചിയിൽ യേശു ക്രിസ്തു അവരെ കയറ്റിക്കൊണ്ടു പോയപ്പോൾ അവരോട് പോകാൻ പറഞ്ഞ ആ കടലിൽ കാറ്റുണ്ടാകുമെന്നും കോളുണ്ടാകുമെന്നും അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അവനറിയാം അതെല്ലാം അവൻ്റെ കാൽച്ചൂട്ടിലാണെന്ന്. ഇതവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ആ വള്ളത്തിൽ ഈശോ കൊണ്ടുപോകുന്നത്. കാരണം ലക്ഷ്യം അക്കരെയാണെങ്കിൽ അവൻ അവിടെ നമ്മളെ എത്തിച്ചിരിക്കും. ലക്ഷ്യം നിത്യരക്ഷയാണെങ്കിൽ നമ്മുടെ ആത്മാവ് നശിക്കാതെ ദൈവം നിത്യരക്ഷയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്തിൽ നമ്മൾ ഒരുപാട് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ആകുലരാകുന്നതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നീ അറിയുന്നുണ്ട്. നീ അറിയാതെ എൻ്റെ തലമുടി ഒരു നാര് പോലും താഴെ പോവുകയില്ല എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് സാക്ഷ്യം വഹിച്ച് ഞാൻ ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറയണ്ടായിരുന്നു, ജോലി നഷ്ടപ്പെട്ടു,
സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുകയാണ്. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും പൈസ കൊടുക്കാനില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, വളരെ ദൈവത്തിൻ്റെ അതിശയകരമായ കരങ്ങൾ കൃത്യസമയത്ത് ആവശ്യമുള്ളതെല്ലാം ദൈവം എത്തിച്ചു കൊടുക്കുന്നു. അതിനർത്ഥം എന്താണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അപ്പോൾ അവനിൽ വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്താൽ അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. നമ്മുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തുകയും നിരാശയിലേക്ക് നമ്മെ നയിക്കുകയും അതുവഴി ജീവിതം ഒടുക്കാനും നിരാശ വന്ന് ആത്മഹത്യ ചെയ്യാനൊക്കെ പലരെയും പ്രേരിപ്പിക്കുന്ന പിശാചിൻ്റെ ഈ തന്ത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തന്ത്രത്തിന് അപ്പുറമായിട്ട് നമ്മളൊന്ന് കാണണം, എൻ്റെ ദൈവം ശക്തനാണ്, അവൻ എൻ്റെ ഉള്ളിലുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിളിച്ചാൽ അവനൊരു ശ്വാസത്തിനകലെയാണ്, അല്ലെങ്കിൽ എൻ്റെ ശ്വാസം ഉള്ളിലേക്ക് ചെല്ലുന്നതിനോടൊപ്പം എൻ്റെ ദൈവം എൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കട്ടെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാന്തത. കാരണം ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, വചനം നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കും. ജീവിതത്തിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും അവിടെയെല്ലാം വചനത്തെ മുറുകെ പിടിച്ച്, വചനമായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച്, പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച് ദൈവസ്നേഹത്തിൽ നിന്നാൽ ദൈവം നമ്മെ വഴി നടത്തിക്കോളും. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. വീണ്ടും ലൂക്കാ 8:21 പറയുന്നു, അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിനോട് ഏറ്റവും ചേർന്ന്. അത് അമ്മയും സഹോദരൻ എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മളെ നമ്മുടെ സഹോദരങ്ങളായി, മക്കളായി, അല്ലെങ്കിൽ ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടവരായി കരുതുന്ന ഒരു ദൈവത്തിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ ദൈവം നമ്മളെ കൈവിടില്ല. എന്ത് സഹനം വന്നോട്ടെ, ഏത് പ്രതിസന്ധി വന്നോട്ടെ, കോവിഡ് വരട്ടെ, പ്രതിക്ഷോഭം വന്നോട്ടെ, ഭൂമിയുളക്കം വരട്ടെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ സംരക്ഷിക്കും. നിത്യതയിലേക്ക് അവൻ നമ്മളെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീരാത്ത സ്നേഹമേ രാജാധിരാജാവേ, തോരാത്ത കാരുണ്യമേ ആത്മാവിൻ രാജാവേ, ദൈവസമാനത കൈവെടിഞ്ഞീ ഭൂവിൽ ദാസനായി വന്നു പിറന്നവനെ, സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്കായി സ്വർഗീയവാതിൽ തുറന്നവനെ, തീരാത്ത സ്നേഹമേ രാജാധിരാജാവേ. ജീവന്റെ ഭോജ്യമായി ഞങ്ങളിൽ വാഴാൻ സ്ഥാപിച്ചു സ്നേഹത്തിൻ കൂദാശ നീ. കാരുണ്യ സ്നേഹം ഞങ്ങളിലേക ചെറുത്തി
തിരുവോസ്തിയായി തീർന്നവൻ നീ മാത്രമേശുവേ മാർഗവും ജീവനും എന്നേറ്റു ചൊല്ലുന്നു ഞങ്ങളെന്നും. നീ മാത്രമേശുവേ മാർഗവും ജീവനും എന്നേറ്റു ചൊല്ലുന്നു ഞങ്ങളെന്നും. തീരാത്ത സ്നേഹമേ രാജാധിരാജാവേ. വരും നേരമെന്നാത്മാവിനുള്ളിൽ സ്നേഹത്തിൻ പൂമാല കോർത്തൊരുക്കാം. ആ ദിവ്യകാരുണ്യവാത്സല്യമെങ്ങും മോദമായി ഞാനെന്നും പങ്കുവയ്ക്കാം. നീ മാത്രമേശുവേ ഒരു നാളും എന്നെ പിരിയാതെ നിൽക്കും എൻ സ്നേഹിതൻ. നീ മാത്രമേശുവേ ഒരു നാളും എന്നെ പിരിയാതെ നിൽക്കും എൻ സ്നേഹിതൻ. തീരാത്ത സ്നേഹമേ രാജാധിരാജാവേ. തോരാത്ത കാരുണ്യമേ ആത്മാവിൻ രാജാവേ. ദൈവസമാനത കൈവെടിഞ്ഞീ ഭൂവിൽ ദാസനായി വന്നു പിറന്നവനേ. സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്കായി സ്വർഗീയവാതിൽ തുറന്നവനേ. തീരാത്ത സ്നേഹമേ രാജാധിരാജാവേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.